നമസ്കാരം. വീണ്ടും ഒരു ക്രിസ്മസ് കാലം വന്നെത്തിയിരിക്കുന്നു. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയെ വരവേൽക്കാൻ ലോകരെല്ലാവരും ഇതാ തയ്യാറായി കഴിഞ്ഞു. ക്രിസ്മസിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൻ്റെ വിശേഷങ്ങളും സവിശേഷതകളും ഓർമ്മപ്പെടുത്തലുകളുമായി നമുക്കൊന്ന് പോയി വരാം. പുൽക്കൂട് തേടിയെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ജയ്ഹിന്ദ് പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പുൽക്കൂട് തേടിയുള്ള യാത്രയിൽ ഞാൻ എത്തി നിൽക്കുന്നത് സെൻറ്റ് ജോൺസ് കാത്തലിക് ചർച്ചിൻ്റെ ഉള്ളിലാണ്. ഇവിടെ നിന്ന് ഞാൻ നേരെ പോകാൻ പോകുന്നത് ഒരു വലിയൊരു കലാകാരൻ്റെ അടുത്തേക്കാണ്. ഈ യാത്രയിലേക്ക് ഞാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. പുൽക്കൂട് തേടിയെന്ന ഈ പ്രോഗ്രാം ഇന്ന് വന്നെത്തിയിരിക്കുന്നത് വലിയൊരു കലാകാരൻ്റെ സ്റ്റുഡിയോയുടെ മുൻവശത്താണ്. ഷിനോ കെ തോമസ് എന്നറിയപ്പെടുന്ന ഫാദറിൻ്റെ സ്റ്റുഡിയോയുടെ മുൻവശത്ത്. അദ്ദേഹം വലിയൊരു കലാകാരനുപരി അദ്ദേഹം ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എനിക്ക് തോന്നുന്നു ഫാദർ റെക്കോർഡിങ്ങിൻ്റെ തിരക്കിലാണ്. അതെ 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 അപ്പോൾ എന്തായാലും ക്രിസ്മസ് ദിനമാണ്. തീർച്ചയായിട്ടും. അപ്പം ഒരുപാട് വിശേഷങ്ങൾ സാറിന് പങ്കുവയ്ക്കാനുണ്ടല്ലേ? എന്തൊക്കെ വിശേഷങ്ങളാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ? ക്രിസ്മസ് എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു വലിയ ആഘോഷമാണല്ലോ. അതെ അതെ. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് വളരെ സന്തോഷം ആധിക്യമുള്ള ഒരു സീസണാണ്. കാരണം പാട്ടുകൾ ഉണ്ട്, പാട്ടുകൾ കേൾക്കാൻ ആളുകൾ കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും സംഗീതം എന്ന് പറഞ്ഞാൽ പ്രായഭേദമന്യേ ആർക്കും ആസ്വദിക്കാവുന്നൊരു കലയാണ്. പ്രത്യേകിച്ച് ക്രിസ്തുമസ് ദിനത്തിൽ ഈ ക്രിസ്മസ് ഗാനങ്ങൾ കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ ഓരോരോ ക്രിസ്മസ് ദിനത്തിലും പുതിയ പുതിയ പാട്ടുകൾ സാറ് ശ്രമിക്കാറുണ്ട്. എല്ലാ വർഷവും ഒന്നോ രണ്ടോ ഗാനങ്ങൾ ക്രിസ്മസിന് ചിട്ടപ്പെടുത്താറുണ്ട്. ഈ വർഷവും ഒരു 2 ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഗാനത്തിൻ്റെയാണ് ഇപ്പോൾ റെക്കോർഡിംഗ് നടക്കുന്നത്. വേറൊരു ഗാനം അണിയറയിൽ നടന്നു വരുന്നു. മനോരമ മ്യൂസിക്കാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അത്രയും വലിയൊരു മനോരമ മ്യൂസിക് തന്നെ ഇത് ഏറ്റെടുത്തു എന്ന് പറയുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. ദൈവാനുഗ്രഹം. നമ്മൾ ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മാലാഖമാരുടെ ഒരു അറിയിപ്പുണ്ട്. അത് ഗ്ലോറി ഇൻ ദ ഹയസ്റ്റ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം. അത് വളരെ പ്രസിദ്ധമാണല്ലോ. അത് മാലാഖമാർ പറയുന്നത് തന്നെ ഗാനരൂപത്തിലാണ്. ഗ്ലോറി ഇൻ ദ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള അല്ലെങ്കിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അത് വാനദൂതന്മാർ മാലാഖമാർ വന്ന് പാടി ഈ ഘോഷിച്ചു എന്നാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച എന്നവണ്ണമാണ് ക്രിസ്മസ് ഗാനങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. സാർ, ഇപ്പോൾ ഈ ക്രിസ്തീയ ഗാനങ്ങളോട് പണ്ടൊക്കെ നമ്മൾ ഈ CD-യിലും കാസറ്റിലൊക്കെ ആണെന്നല്ലോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിലൂടെയൊക്കെയാണല്ലോ ഈ കാസറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഈ നമ്മുടെ ഈ ശ്രോതാക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ അതോ? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഇതിനു വേണ്ടി പണം മുടക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വലിയ പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു മേഖലയാണ് ഇപ്പോഴത്തെ ഈ മ്യൂസിക് ഫീൽഡ് എന്ന് പറയുന്നത്. കാരണം എനിക്കറിയാം, നമ്മുടെ ടോമിൻ തച്ചങ്കരിയെ പോലെയുള്ള ആളുകളൊക്കെ പണ്ട് ഒരു സീരീസ് ഓഫ് ആൽബം സോങ്സ് ഇറക്കുമായിരുന്നു. കാരണം അതൊന്ന് കാസറ്റായിരുന്നു. അപ്പോൾ കാസറ്റ് അതിനുവേണ്ടി മുതൽ മുടക്കുമ്പോൾ അത് വിറ്റ് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ട്. അത് വലിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിലും മുതൽ മുടക്ക് കിട്ടിയിരുന്നു. ഇന്ന് ടേപ്പ് കാസറ്റ്സ് ഇല്ല. CD-യും എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറേ CD-യിൽ ഇരിപ്പുണ്ട്. പ്ലെയിൻ CD-യാണ്. അത് വാങ്ങാൻ ആരുമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന പിന്നെ ലാപ്ടോപ്പുകളിൽ, ഇപ്പം ഇറങ്ങുന്ന കാറുകളിലൊന്നും ഈ CD പ്ലെയർ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നമുക്ക് റീച്ചബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യൂട്യൂബാണ്. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, അത് പ്രേക്ഷകർ കേൾക്കുന്നു, അത് ആസ്വദിക്കുന്നു. പണ്ടത്തതിലും ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് റെസ്പോൺസ് ഉണ്ട്. പണ്ട് ഒരു ആൽബം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തിരക്കി പിടിച്ച് പോയി ആ CD വാങ്ങി കൊണ്ടുവന്ന് കേട്ട് അത് വേറൊരാൾക്ക് വേണമെങ്കിൽ അത് കോപ്പി ചെയ്ത് കേൾക്കണമായിരുന്നു. ഇത് നിമിഷങ്ങൾക്കകം എല്ലാവരിലേക്ക് എത്തുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജാണ്. പ്രേക്ഷകർ കൂടിയിട്ടുണ്ട്. അതെ. ഈ സംഗീതവുമായിട്ട് നേരത്തെ തന്നെ കുട്ടിക്കാലത്ത് തന്നെ നല്ല അഭിരുചി ഉണ്ടായിരുന്നോ? ചെറുപ്പകാലത്ത് എനിക്ക് പിയാനോ വായിക്കാനുള്ള അഭിരുചി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഞാൻ സെമിനാരിൽ പോയി സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ അച്ഛനായതിന് ശേഷം എൻ്റെ മനസ്സിൽ
സംഗീത ഉപകരണങ്ങൾ വായിക്കുന്ന ആ ഒരു അഭിരുചിയേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിൽ വളർന്നു വന്നത് ടെക്നിക്കലായിട്ട് കുറച്ച് പഠിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ചേർന്നു. സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ ഞാൻ നമ്മുടെ സഭയുടെ തന്നെ ഭയങ്കര ഓർത്തഡോക്സ് സഭയുടെ തന്നെ ഔദ്യോഗിക സംഗീത വിഭാഗമായ ശ്രുതി സ്കൂൾ ഓഫ് ലിറ്ററേച്ചറൽ മ്യൂസിക്കിലെ അധ്യാപകനാണ്. ഓ ഗ്രേറ്റ്. എല്ലാ ആഴ്ചയിലും എനിക്ക് അവിടെ പഠിപ്പിക്കാൻ പോകണം. പിന്നെ അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റുഡിയോ ഫോം ചെയ്തത്. എൻ്റെ ഭവനം തന്നെയാണ്. അപ്പം ഗായകനാണ്, സംഗീത സംവിധായകനാണ്, ഒരു ടീച്ചറാണ്. ഗായകനെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും ഒരു സംഗീത സംവിധായകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഗായകൻ ഒളിച്ചിരിപ്പുണ്ടാവും. ഒരു 4 ഗാനം ഇത് തന്നെ ആവട്ടെ. തീർച്ചയായും ശ്രമിക്കാം. മഞ്ഞു വീഴും രാവതിൽ താരകത്തിൻ ശോഭയിൽ ദേവാധിദേവൻ രാജാധിരാജൻ പിറന്നു ഭൂവിതിൽ. ദേവാധിദേവൻ രാജാധിരാജൻ പിറന്നു ഭൂവിതിൽ മഞ്ഞു വീഴും രാവതിൽ. അപ്പോൾ ഫാദറിൻ്റെതായ ക്രിസ്മസ് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, ഒന്ന് പങ്കുവയ്ക്കാമോ? ക്രിസ്മസ് അനുഭവം പറയുമ്പം തീർച്ചയായിട്ടും കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. കുട്ടിക്കാലത്ത് ക്രിസ്മസ് കരോൾ അത് എപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാണ്. പരീക്ഷ തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ക്രിസ്മസ് പരീക്ഷ തീരുന്ന ഞങ്ങളും ക്രിസ്മസ് പരീക്ഷ തീരുന്ന അതേ ദിവസം എൻ്റെ കൂട്ടുകാർ, അത് അർജുനുണ്ട്, റഷീദുണ്ട്, ഞങ്ങളെല്ലാവരും മതമോ സഭയോ യാതൊരു തരത്തിലുള്ള വിഭാഗീയതയോ ഇല്ലാതെ ക്രിസ്മസിൻ്റെ അവസാനത്തെ പരീക്ഷ തീരുമ്പോൾ പുസ്തകമെല്ലാം വാരി എറിഞ്ഞ് ആവേശത്തോടെ ഓടി വരുന്ന ഒരു കാലമുണ്ട്. ഞാൻ ഓർക്കുന്നത് ഞങ്ങളുടെ ഈ പ്രദേശം, ഈ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല, ഈ വൃശ്ചിക മാസമാകുമ്പോൾ അതിഭയങ്കരമായ കാറ്റുണ്ട്. വൃശ്ചികക്കാറ്റെന്ന് അറിയപ്പെടുന്ന വൃശ്ചികക്കാറ്റുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു ശാസ്താവിൻ്റെ അമ്പലമുണ്ട്. അവിടെ നിന്ന് ഈ വൃശ്ചിക മാസത്തിൽ വരുന്ന അയ്യപ്പ ഭക്തിഗാനമുണ്ട്. അതും ഞങ്ങളുടെ ഡ്രമ്മിൻ്റെ മേളവും വല്ലാത്തൊരു സിംഗിങ് ഉണ്ട്. അത് എല്ലാവർക്കും അത് കണക്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ചെറുപ്പകാലം മുതൽ എനിക്ക് ആ ഒരു കണക്ടിവിറ്റി എപ്പോഴും തോന്നിയിട്ടുണ്ട്. സംഗീതത്തിന് ജാതിയും മതവും ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ പോകുന്ന ഓരോ ഭവനങ്ങൾ ചെന്ന് നമ്മൾ ഈ ക്രിസ്തു ജനിച്ചു എന്ന ആ ദൂത് അറിയിക്കുന്നു. മാലാഖമാർ അറിയിച്ച ദൂത് നമ്മളവിടെ ഘോഷിക്കുകയാണ്. അപ്പോൾ ആ ഗാനങ്ങളാണ്. പിന്നീട് നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ പാതിരാ കുർബാന രാത്രിയിൽ ഒരു വർഷത്തിൽ 3 പ്രാവശ്യമാണ് നമ്മുടെ സഭയിൽ പാതിരാ കുർബാന ഉള്ളത്. 1 ജനനപ്പെരുന്നാൾ ക്രിസ്മസിന്, 2 പെസഹായ്ക്ക്, 3 ഉയർപ്പ് പെരുന്നാൾ, ഈ 3 ഈസ്റ്റർ ഈ 3 അവസരങ്ങളിലാണ് രാത്രി 2 മണിക്കാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 12 മണിയാകുമ്പോൾ 1 മണിയാകുമ്പോൾ തന്നെ എഴുന്നേറ്റ് അതിനുവേണ്ടി ഒരുങ്ങി വീട്ടിലെ വലിയപ്പച്ചന്മാരും വല്യമ്മച്ചന്മാരും ഒക്കെ നമ്മളെ കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ വല്ലാത്ത ഒരു അനുഭവമാണ്. അതിപ്പോഴും അതിങ്ങനെ മായാതെ മനസ്സിൽ നിൽക്കും. ഞാനൊരു പുരോഹിതനായി ഇപ്പോൾ ഞാനത് പ്രബോധിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഇടവകയിൽ. പക്ഷേ ആ ഒരു ഇപ്പോഴത്തെ എൻ്റെ ഒരു അനുഭവത്തേക്കാൾ എന്നെ വല്ലാതെ ഓർമ്മകൾ പുറകിലേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ പ്രബോധിപ്പിച്ച എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഗുരുബോധന്മാരും പറഞ്ഞ ആ വാക്കുകളാണ് എന്നെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നത്. സാർ, ഒരുപാട് നേരമായിട്ട് സാർ ഇവിടെ സംഗീത സംവിധാനം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ മനോഹരമായ ഗാനം ആലപിക്കുന്ന ഒരു വ്യക്തി അതിൻ്റെ അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഷാജു നാരായണൻ. എന്തായാലും ഞാൻ പാട്ടൊക്കെ കേട്ടു, അടിപൊളിയായിരുന്നു. എന്തായാലും എത്ര വർഷമായി ഷാജു ഈ ഫീൽഡിലുണ്ട്? 28 വർഷം. ഏകദേശം 96 മുതൽ. അതിൽ എത്ര വർഷമായിട്ട് ഫാദറിന്റെ ഗാനങ്ങൾ ഏകദേശം ഒരു 4-5 വർഷമായിട്ട് ഫാദറിന്റെ ഗാനങ്ങളാണ് ആലപിക്കുന്നത് അല്ലേ? കൂടുതലും ക്രിസ്തീയ ഗാനങ്ങളാണ് പാടുന്നത്. അപ്പൊ ഷാജു കുട്ടിക്കാലം മുതൽ സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 2003-2005 കാലഘട്ടത്തിൽ ഒരു പെരുമ്പാവൂര് ഞാൻ ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ചിട്ടൊരു മാഷിന്റെ കീഴിൽ കുറച്ച് പഠിച്ചതാണ്. പിന്നെ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം അഞ്ചല് വെച്ചിട്ട് ഒരു മാഷിന്റെ കീഴിൽ ഒരു വർഷത്തോളം. എന്തായാലും ആ ഗാനം മൊത്തം ഒന്ന് എനിക്കൊന്ന് ആസ്വദിക്കണമെന്ന്. തീർച്ചയായിട്ടും കേൾക്കാം. ഓക്കെ, അപ്പം വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഓക്കെ, ബൈ.
മഞ്ഞു വീഴും രാവതിൽ താരകത്തിൻ ശോഭയിൽ ദേവാദിദേവൻ രാജാധിരാജൻ പിറന്നു ഭൂവിതിൽ. ദേവാദിദേവൻ രാജാധിരാജൻ പിറന്നു ഭൂവിതിൽ. മഞ്ഞു വീഴും രാവതിൽ താരകത്തിൻ ശോഭയിൽ ദേവാദിദേവൻ രാജാധിരാജൻ പിറന്നു ഭൂവിതിൽ. ദേവാദിദേവൻ രാജാധിരാജൻ പിറന്നു ഭൂവിതിൽ. താളത്തിൽ പാടിടാം, നൃത്തം വെച്ചിടാം, നാഥൻ ഭൂജാതനായി. ലോകത്തെ രക്ഷിപ്പാനായി വന്നു പിറന്നീശൻ പുൽക്കൂട്ടിൽ അവതരിച്ചു. താളത്തിൽ പാടിടാം, നൃത്തം വച്ചിടാം, നാഥൻ ഭൂജാതനായി. ലോകത്തെ രക്ഷിപ്പാനായി വന്നു പിറന്നീശൻ പുൽക്കൂട്ടിൽ അവതരിച്ചു. മഞ്ഞു വീഴും രാവതിൽ താരകത്തിൻ ശോഭയിൽ ദേവാധിദേവൻ രാജാധിരാജൻ പിറന്നു ഭൂവിതിൽ. ദേവാദിദേവൻ രാജാധിരാജൻ പിറന്നു ഭൂവിതിൽ. മാലാഖവൃന്ദം മുഴുവൻ കീർത്തനമോതുന്നു, വിദ്വാൻമാർ വണങ്ങിടുന്നു. ശാന്തിതൻ കാഹളനാദം ഉയരെ കേൾക്കുന്നു, പാടിയിടാം ഹല്ലേലൂയാ. മാലാഖവൃന്ദം മുഴുവൻ കീർത്തനമോതുന്നു, വിദ്വാൻമാർ വണങ്ങിടുന്നു. ശാന്തിതൻ കാഹളനാദം ഉയരെ കേൾക്കുന്നു, പാടിയിടാം ഹല്ലേലൂയാ. മഞ്ഞു വീഴും രാവതിൽ താരകത്തിൻ ശോഭയിൽ ദേവാദിദേവൻ രാജാധിരാജൻ പിറന്നു ഭൂവിതിൽ. ദേവാദിദേവൻ രാജാധിരാജൻ പിറന്നു ഭൂവിതിൽ. മഞ്ഞു വീഴും രാവതിൽ താരകത്തിൻ ശോഭയിൽ ദേവാദിദേവൻ രാജാധിരാജൻ പിറന്നു ഭൂവിതിൽ. ദേവാദിദേവൻ രാജാധിരാജൻ പിറന്നു ഭൂവിതിൽ. ഷിനു അച്ഛൻ്റെ പാട്ടൊക്കെ ആസ്വദിച്ച് പുൽക്കൂട് തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് അസീസി കോൺവെൻറ്റിൻ്റെ മുൻവശത്താണ്. ഇവിടെ ഈ പുൽക്കൂടിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും മറ്റും നമുക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി എത്തി നിൽക്കുന്നത് ഫ്രാൻസിസ്റ്റ സിസ്റ്ററാണ്. ആ സിസ്റ്ററിനോട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സിസ്റ്റർ. ആദ്യമേ തന്നെ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പം എൻ്റെ മുമ്പിൽ വളരെ മനോഹരമായൊരു പുൽക്കൂട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊന്നും പലർക്കും അറിയില്ല, ഇതെങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യേശുവിനെ നമ്മൾ ചിത്രീകരിക്കുന്നത് പുൽക്കൂടിലൂടെയാണ്. എന്നാൽ ഈ പുൽക്കൂട് ആദ്യമായി ഉണ്ടായതിന് ഒരു ചരിത്രമുണ്ട്. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് ആദ്യമായി പുൽക്കൂട് ഉണ്ടാക്കിയത്. വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാളൻ വിശുദ്ധ നാട് സന്ദർശിച്ച് യേശുവിൻ്റെ
ജന്മസ്ഥലം കണ്ടതിനു ശേഷം ഒരു പുൽക്കൂട് ഉണ്ടാക്കി ക്രിസ്മസ് ആഘോഷിക്കണമെന്ന ഒരു ചിന്ത തൻ്റെ ബുദ്ധിയിലുണ്ടായി. അങ്ങനെ 1223 ക്രിസ്മസിനാണ് ഇറ്റലിയിലെ ഗ്രേച്ചിയോ എന്ന ഗ്രാമത്തിലെ ഒരു ഗുഹയിൽ ആദ്യമായി പുൽക്കൂടുണ്ടായത്. ഗ്രേച്ചിയോയിലെ ജനങ്ങളും വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാളനും ചേർന്നുണ്ടാക്കിയ പുൽക്കൂട്ടിൽ ജീവനുള്ള മൃഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് ഫ്രാൻസിസ്കൻ സഭയിൽ തുടർന്ന് വന്ന പുൽക്കൂടുണ്ടാക്കുന്ന പാരമ്പര്യം ലോകമെങ്ങും വ്യാപിക്കുകയാണ് ഉണ്ടായത്. പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ മാതാവിനെയും ഉണ്ണി യേശുവിനെയും യോസേപ്പിതാവിനോടുമൊപ്പം ഒരു കാളയെയും കഴുതയും നാം കാണാറുണ്ട്. എന്തിനു വേണ്ടിയാണ് പുൽക്കൂട്ടിൽ കാളയെയും കഴുതയും വെച്ചിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കും. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ ഒരു കാളയെക്കുറിച്ചോ കഴുതയെക്കുറിച്ചോ പരാമർശിക്കുന്നില്ല. ആട്ടിടയന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ബൈബിളിൽ വേറൊരു ഭാഗത്ത് കാളയെക്കുറിച്ചും കഴുതയെക്കുറിച്ചും പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കാള തൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനൻ്റെ തൊഴുത്തും. എന്നാൽ ഇസ്രയേൽ എന്നെ അറിയുന്നില്ല, എൻ്റെ ജനം എന്നെ മനസ്സിലാക്കുന്നില്ല. ദൈവത്തെ തിരിച്ചറിഞ്ഞവരുടെ പ്രതീകങ്ങളായിട്ടാണ് കാളയും കഴുതയും നാം പുൽക്കൂട്ടിൽ കാണുന്നത്. ക്രിസ്മസ് എന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കാലമാണ്. നക്ഷത്രങ്ങളും ദീപാലങ്കാരങ്ങളും പുൽക്കൂടുകളും എങ്ങും ഒരുങ്ങുമ്പോൾ അവയെല്ലാം കേവലം ഭാഗ്യാലങ്കാരങ്ങളായി മാറാതെ നമ്മുടെ മനസ്സുകളിലും നന്മയുടെ വഴികാട്ടികളാകുന്ന നക്ഷത്രങ്ങളും ലോകത്തിന് പ്രകാശമേകുന്ന ദീപാലങ്കാരങ്ങളും വിനയത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പുൽക്കൂടുകളും എങ്ങും ഒരുങ്ങട്ടെ. താങ്ക് യു സിസ്റ്റർ. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ക്രിസ്മസ് പുൽക്കൂട് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് ക്രിസ്മസ് ട്രീ. അതിൻ്റെ വിശേഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കാൻ വേണ്ടി എൻ്റെ ഒപ്പം നിൽക്കുന്നത് സിസ്റ്റർ ലൊറേനാണ്. സിസ്റ്റർ, ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? ഡിസംബർ ഒരു ആഘോഷക്കാലമാണ്. ശൈത്യകാലത്തിൻ്റെ വരവറിയിക്കുന്ന, പുതുവർഷത്തെ വെൽക്കം ചെയ്യുന്ന ക്രിസ്മസ് ആഘോഷങ്ങളുടെ സന്തോഷകരമായ ഒരു മാസം. വിണ്ണിൻ്റെ ഉടയവനായ ദൈവം മണ്ണിൻ്റെ മക്കളോടൊപ്പമായിരിക്കുവാൻ വിണ്ണിൽ പിറന്ന മാസം. ഈ പുണ്യമാസം നാം പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയുമൊക്കെ അലങ്കരിച്ച് ഉണ്ണിയേശുവിനെ വെൽക്കം ചെയ്യാറുണ്ട്. എന്നാൽ പുൽക്കൂടിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. എന്നാൽ എന്താണ് ഈ ക്രിസ്മസ് ട്രീ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. കാരണം പുൽക്കൂടിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അതായത് പുൽക്കൂട്ടിൽ ജനിച്ച് യേശു, പിള്ളക്കച്ചയാൽ പൊതിയപ്പെട്ട യേശു എന്നൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ക്രിസ്മസ് ട്രീയെക്കുറിച്ച് ബൈബിളിൽ ഒന്നും തന്നെ പറയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ക്രിസ്മസ് ട്രീ നമ്മുടെ ക്രിസ്മസിന് മുന്നോടിയായി വന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ക്രിസ്മസ് ട്രീ എന്ന ആശയം ഉടലെടുക്കുന്നത് 1605 പശ്ചിമ ജർമ്മനിയിലെ സ്ട്രാസ് എന്ന സ്ഥലത്താണ്. അതായത് ക്രിസ്മസിന് മുന്നോടിയായിട്ട് 12-ാം നൂറ്റാണ്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു ആഘോഷം നടന്നിരുന്നു. അതായത് ഈ ആദത്തെയും ഹവ്വയും പറുദീസായിൽ നിന്ന് പുറന്തള്ളിയതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമായിരുന്നു അത്. ഈ ആഘോഷത്തെ അവർ ആദവും ഹവ്വയും ഭക്ഷിച്ച അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള വൃക്ഷത്തെ സൂചിപ്പിക്കുന്ന ഒരു എവർഗ്രീൻ അവർ തയ്യാറെടുക്കും. ഈ എടുക്കുന്ന എവർഗ്രീനകത്ത് അവർ പഴങ്ങൾ, മറ്റ് ഡെക്കറേഷൻസ്, ഈ കാണുന്ന പഴങ്ങൾ, ഇതേപോലുള്ള പഴങ്ങളിട്ട് ഡെക്കറേറ്റ് ചെയ്യുമായിരുന്നു. ഡെക്കറേറ്റ് ചെയ്ത ഈ പഴങ്ങൾ ആദവും ഹവ്വയും ഭക്ഷിച്ച അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം അവർ ഇതേപോലെ അതിനകത്ത് സ്റ്റാറുകൾ ഇട്ട് അലങ്കരിക്കാൻ തുടങ്ങി. ബെത്ലഹേമിലേക്കുള്ള യാത്രയിൽ ദൈവത്തിന് വഴികാട്ടിയ നക്ഷത്രത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം അവർ ഈ അലങ്കരിച്ച ട്രീകൾ ദേവാലയങ്ങളിലേക്കും മറ്റു ഭവനങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങി. ഈ ഒരു ശീലമാണ് ഇന്ന് കാണുന്ന ഈ ക്രിസ്മസ് ട്രീയെക്കുറിച്ച്
നമ്മുടെ ഉള്ളിൽ ആശയം വന്നത്. അതിനുശേഷം അവർ ഈ ട്രീയുടെ താഴെയായിട്ട് ക്രിസ്മസിന് ഉണ്ണിയേശുവിനെ വരവേൽക്കുവാനായി ക്രിസ്മസ് ക്രിബുകളൊക്കെ സ്ഥാപിച്ചു. അവർ ഉണ്ണിയേശുവിനെ വരവേൽപ്പിച്ചു. അതായത് വരവിൻ്റെ മുന്നോടിയായിട്ടുള്ള ചരിത്ര സംഭവങ്ങളെയും പിന്നെ ക്രിസ്തുവിൻ്റെ വരവിനുള്ള പ്രത്യാശയും സംയോജിപ്പിക്കുന്ന ഒന്നാണ് ഈ ക്രിസ്മസ് ട്രീ. അത് നമ്മുടെ ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന 19-20 നൂറ്റാണ്ടുകളിലാണ് ഈ ക്രിസ്മസ് ട്രീ നമ്മുടെ ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്നത്. ഈ ക്രിസ്മസ് ട്രീയെ പറ്റിയൊന്നും ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ എനിക്കും ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നതിനെ പറ്റി മാത്രമേ അറിയാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു എന്താണ് ഇതിൻ്റെ ബാക്കിലുണ്ടായിരുന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ എന്തായാലും സിസ്റ്റർ വ്യക്തമായി തന്നെ പറഞ്ഞു തന്നു. ഒത്തിരി നന്ദിയുണ്ട് സിസ്റ്റർ. താങ്ക് യു. പുൽക്കൂട് തേടിയുള്ള യാത്രയിൽ പുൽക്കൂടിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞു. ക്രിസ്മസ് ട്രീയെക്കുറിച്ചുള്ള വിശേഷങ്ങളും നമ്മൾ കണ്ടറിഞ്ഞു. അടുത്തതായി നമ്മുടെ സ്വന്തം ഷിനോ അച്ഛൻ രചിച്ച് സംഗീതം നൽകിയ ഒരു മനോഹരമായ കൊയർ ഗാനം കണ്ടാലോ?
പുൽക്കൂട് തേടിയുള്ള യാത്രയിൽ ക്രിസ്മസിനെ കുറിച്ചുള്ള പല വിശേഷങ്ങളും എനിക്ക് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ സാധിച്ചു. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ട് പുൽക്കൂട് തേടിയുള്ള യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.